ഹലോ ഇറ്റ്സ് മീ ഹീന. അപ്പോൾ അതേ ഞങ്ങൾ ധ്രുവൂട്ടനും സഞ്ജയും കൂടി ഒരു കുഞ്ഞ് ട്രാവലിന് പോവാണ്. ഒരു കുഞ്ഞ് ട്രിപ്പ്. അവൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്ര, ആദ്യത്തെ ട്രിപ്പും കൂടിയാണ്. ഞങ്ങൾ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. രാത്രി കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് രാത്രി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. രാവിലെ അവൻ എണീറ്റ് ഇരിപ്പുണ്ട്. ഞങ്ങളിപ്പോൾ കർണാടക എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെ കാഴ്ചകളാണ് ഞങ്ങൾ കാണുന്നത്. ഭയങ്കര രസമുണ്ട്. ഇടയ്ക്ക് നല്ല കൃഷിയൊക്കെ ആയിട്ടുണ്ട്. ഇടയ്ക്കൊരു സ്റ്റേഷനിൽ അരമണിക്കൂർ നിന്നപ്പോൾ അവനെ ഞങ്ങളൊന്ന് പുറത്തിറക്കി ആളൊന്ന് കൂളാക്കാൻ വേണ്ടി ഒന്ന് നടത്തിച്ചൊക്കെ ചെയ്തപ്പോൾ ആളങ്ങ് ഓക്കെ ആയി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ട്രെയിനിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു പ്രത്യേക രസമുള്ളൂ. ഇഡ്ഡലി, ചട്നി, വട, സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ ഞങ്ങൾ യൂബർ കയറി ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ബാംഗ്ലൂർ സിറ്റി. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ഥലത്തെത്തി. ഇതാണ് ചേച്ചി സ്റ്റേ ചെയ്യുന്ന വീട്. കൊള്ളാമല്ലേ? ഫുള്ള് വില്ല പോലെയൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അകത്ത് കയറിയ പാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്കിയപ്പോൾ ഫുൾ സ്പേസ് നല്ല സ്മൂത്തായിട്ടിരിക്കുന്നു. നമുക്ക് ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞ് ബേബി ഞങ്ങൾക്ക് കാർഡൊക്കെ സെറ്റ് ചെയ്യുന്നു. ഐ ലവ് യു എനർജി എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് ബാംഗ്ലൂർ സിറ്റീനെ എക്സ്പ്ലോർ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇറ്റ്സ് മീ ഹീന. അപ്പോൾ ബാംഗ്ലൂർ വിശേഷ പാർട്ട് 2ലേക്ക് കിടക്കാം. നമ്മൾ മെയിൻലി ബാംഗ്ലൂർ ചെന്ന ഷോപ്പിങ്ങിനാണ്. നല്ല റീസണബിൾ റേറ്റിൽ ഷോപ്പ് ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ചെന്നത് വെങ്കടേശ്വര ഗാർമെൻറ്റ്സിലാണ്. അത്യാവശ്യം നല്ല വലിയൊരു ടെക്സ്റ്റൈലാണത്. ടെക്സ്റ്റൈൽസ് മാത്രമല്ല, ജൂവൽസ്, ഷൂസൊക്കെ കിട്ടി. ഇടയ്ക്ക് നമുക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ ജസ്റ്റ് അവനെ എത്തി ഒന്ന് കൂളാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു. ഇവർക്ക് അറിയുന്നുണ്ടപ്പോൾ ഒരു കൊക്കോമലനൊക്കെ വെച്ച് കൊടുത്തു. ഞങ്ങൾ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, അങ്ങനെ പല ഫുഡ്സും ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടോയ് സെക്ഷനിലോട്ടാണ് പോലെ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ് വുഡ് ടോയ്സ്. അത് കഴിഞ്ഞ് സ്വീറ്റ്സ് നമുക്ക് ഒരിക്കലും ഇടാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ രാത്രി അത്യാവശ്യം ലേറ്റായി നമ്മൾ ചെന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ ആയപ്പോൾ നമ്മൾ അവിടുത്തെ പാർക്കൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവന് പറ്റിയൊരു ഊഞ്ഞാലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സൂവിലോട്ടാണ് പോകുന്നത്. ബനാർക്കറ്റ് ബാംഗ്ലൂരിലെ ഫേമസ് സൂ ആണ്. ബയോളജിക്കൽ പാർക്കുമാണ്. അങ്ങനെ അവിടെ ചെന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഇവിടുത്തെ സൂവിലൊന്നും കാണാൻ പറ്റാത്ത ഒരുപാട് ആനിമൽസ് നമുക്ക് കാണാൻ പറ്റി. ഹൈന, ജക്കാള്, ജിറാഫ്, ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ സൂവിൽ അധികം കാണില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അതേ ഹിപ്പോപ്പൊട്ടാമസ്, പിന്നെ ഒരുപാട് ആനക്കുട്ടികളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. രാത്രിയായപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടി നല്ല അടിപൊളി ചിക്കൻ മോമോസ് ഉണ്ടാക്കുന്നത് ഫ്രഷായിട്ട്. ഇത് ഞാൻ ഷേപ്പ് ചെയ്തെടുത്താതെ ഇങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ റീൽസിലൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടനും ചേച്ചിയും കൂടി ഞങ്ങൾക്ക് ചിക്കൻ അടിപൊളി മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അത്ര ഹായ് ഇറ്റ്സ് മീ ഹീന. അങ്ങനെ ബാംഗ്ലൂർ സിറ്റിയോട് വിട പറഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിനാണ് തിരിച്ച് കൊച്ചിയിലോട്ട് പോണത്. ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. എൻ്റെ റൂട്ട് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. പിന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ എയർപോർട്ടിലെത്തി കുറച്ച് ഹറിബറി ആയിരുന്നു. ഇതാണ് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. അത് കഴിഞ്ഞിട്ട് മേളിൽ ചെന്നപ്പോൾ ആളിച്ചിരി പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. അറിയില്ല എന്താവും ഫ്ലൈറ്റിൽ കയറുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് 40 വെയിറ്റ് ചെയ്യായിരുന്നു. അധികം ക്യൂവിലൊന്നും നിൽക്കേണ്ടി വരുന്നില്ല. കാരണം ഇവൻ കുഞ്ഞായതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് അകത്തോട്ട് കയറാൻ പറ്റി. അധികം ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. ഫ്ലൈറ്റിനുള്ളിൽ ആൾ ഫുള്ള് നോക്കുകയാണ്. ടു ബി ലക്കി ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത്. പുറത്ത് ഒരുപാട് ഫ്ലൈറ്റ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹെയർ ഹോസ്റ്റസ് വന്ന് ഞങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നു. അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ലിറ്ററലി വാസ് ഒരു ക്ലൗഡ് നയൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മേലിൽ കൂടെ നൈറ്റിലായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഈ ബാംഗ്ലൂർ സിറ്റി ഫുള്ളി ലൈറ്റ്സൊക്കെ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ കൊച്ചിനിലെത്തി. അൺഫോർച്ചുനേറ്റ്ലി 1 മണിക്കൂർ നിർത്താതെ കരയാണ്. ചിലപ്പോൾ ചെവിയാനൊക്കെ എടുത്തിട്ടായിരിക്കും. പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇവൻ കരയുന്നതാണ് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം നോക്കാം. അങ്ങനെ ഞങ്ങൾ ബാഗ് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അടുത്ത ബാഗും കൂടി വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാണാം നെക്സ്റ്റ് ടൈം.